നിങ്ങൾ ഒരുപാട് പ്രയാസം വീട്ടിനുള്ളിൽ അനുഭവിക്കുന്നുവെങ്കിൽ പുറത്ത് ഒരുപാട് സങ്കടങ്ങളും അതൊക്കെ കടിച്ചൊതുക്കിയിട്ട ഭർത്താക്കന്മാരും ചിലപ്പോൾ വീട്ടിലേക്ക് വരുന്നത്. ഉമ്മു സലീം റളിയല്ലാഹു അൻഹയുടെ കഥ അറിയില്ല നമ്മൾക്ക്. ഉമ്മു സലീമിൻ്റെ ഭർത്താവ് അബൂ സലമ ജോലിക്ക് പോകുമ്പോൾ കുട്ടി മരിച്ചു. ഉമ്മു സലീം കുടുംബക്കാരോട് ഒറ്റ കാര്യമാണ് പറഞ്ഞത്, എൻ്റെ കുഞ്ഞ് മരിച്ചത് ആദ്യം എൻ്റെ ഭർത്താവിനോട് പറയും ഞാനായിരിക്കും, അതിനു മുമ്പ് നിങ്ങൾ ആരോടും നിങ്ങൾ പറയാൻ പാടില്ല. അദ്ദേഹം വന്നു വീട്ടിലേക്ക്. കുട്ടി എന്തായെന്ന് ചോദിച്ചു. ഉമ്മു സലീം പറഞ്ഞു, ഹുവ അസ്കനമാക്കാൻ, നിങ്ങൾ പോകുമ്പോൾ എങ്ങനെയാണോ കിടന്നുറങ്ങുന്നത് അതിനേക്കാൾ ശാന്തമായിട്ട് ഇപ്പം കിടന്നുറങ്ങാണ്, അതിനേക്കാൾ ശാന്തമായിട്ട്. മരിച്ചു എന്ന് പറഞ്ഞില്ല. അദ്ദേഹം വീട്ടിൽ വന്നു, എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു. രാത്രി ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ പോലും ഏർപ്പെട്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ ഉമ്മു സലീം ഭർത്താവിനോട് ചോദിക്കുകയാണ്, അയൽക്കാരൻ എന്തെങ്കിലും കടം തന്നാൽ തിരിച്ചു ചോദിക്കുമ്പോൾ നിനക്ക് ദേഷ്യം ഉണ്ടാകുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല, അത് അവൻ്റെ മുതലല്ലേ. അപ്പോഴാണ് ഉമ്മു സലീം പറഞ്ഞത്, പടച്ചോൻ കടമായിട്ട് തന്ന നമ്മുടെ കുഞ്ഞിനെ പടച്ചോൻ തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന്. ഒരു ഭർത്താവിന് വേണ്ട എല്ലാം നൽകിയിട്ട് ആ ഭർത്താവിന് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ആ അവസ്ഥയിൽ ആ സമയത്ത് മാത്രം സൂചിപ്പിക്കുന്നത്, വന്ന ഉടനെ ഈ ഞെട്ടിക്കുന്ന വാർത്തയോട് പറയാനല്ല. അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. റസൂലുള്ളാഹിയോട് പരാതി പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ നിങ്ങൾക്കുണ്ടായ ബന്ധത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്. ആ ഭാര്യ ചെയ്തതാണ് ഏറ്റവും ഖൈർ എന്നത്. ഇതാണ് ഭാര്യയും ഭർത്താവും ഒക്കെ ചെയ്യേണ്ടത്, അല്ലേ? നമ്മൾ പരിഗണിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്താണ്, മനസ്സറിഞ്ഞുകൊണ്ട്. ഇത് കുറേ പ്രസംഗത്തിന് ഇങ്ങനെ കേട്ടിട്ട് നടപ്പാക്കേണ്ടതൊന്നല്ല. നമ്മൾ നല്ലൊരു മനുഷ്യനായാൽ മതി, നല്ലൊരു മനുഷ്യൻ. എൻ്റെ ഭാര്യ എന്ത് ദേഷ്യം പിടിച്ചാലും എന്തോ ആ ദേഷ്യത്തിൽ എന്തോ ഒരു കാരണം ഉണ്ടാകും, അല്ലാതെ ആ ദേഷ്യം ഉണ്ടാകുക. കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചു നോക്ക് നിങ്ങൾ, നീ എന്തിനാ ദേഷ്യം പിടിച്ചത്? എനിക്കറിയില്ലെന്നറിയും. ചിലപ്പോൾ സ്ത്രീകൾ അങ്ങനെയായിരിക്കും, അവിടെ പീരീഡ്സിൻ്റെ സമയത്തായിരിക്കാം, വേറെ ഏതെങ്കിലും പിന്നെ ഹോർമോണുമായി ബന്ധപ്പെട്ട ചേഞ്ച് ഉണ്ടാകും, അത്തരം സമയത്തായിരിക്കാം, ഇതൊക്കെ ആയിരിക്കും. ഇതറിയാതെയാണ് അങ്ങോട്ടും തിരിച്ച് ഷൗട്ട് ചെയ്യുന്നെങ്കിലോ. ഭർത്താവിനോട് ദേഷ്യം പിടിക്കുമ്പോൾ ഭർത്താവ്, പ്രത്യേകിച്ച് ആണുങ്ങൾ, എല്ലാ സങ്കടവും പറയുന്നില്ല, ഒരുപാട് കടിച്ചൊതുക്കും. ആ സങ്കടങ്ങളുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കുത്തി കുത്തി ചോദിക്കണ്ട, പറയാൻ ഇഷ്ടം ഉണ്ടാകില്ല. അത് ഇഷ്ടമില്ലാത്ത നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടുമല്ല, അത് സഹിക്കുകയാണ്, അത് ആരും അറിയിക്കണ്ട, സാരയില്ല, അത് അനുഭവിക്കുകയാണ്. ആ സമയത്ത് ഖദീജാബി കൊടുത്തില്ലേ എന്നെ പൊതുപ്പിട്ട് മൂടിത്താന്ന് പറയുമ്പോൾ എന്തിനാ പൊതുപ്പിട്ട് മൂടുന്നത്? പോയ കാര്യങ്ങളൊക്കെ പറയും, എന്നിട്ട് തീരുമാനിക്കാന്നല്ല. അപ്പം ആവശ്യം എന്താണോ അത് കൊടുക്കലാണ്. അത് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചു നോക്കിയേ, അവരിങ്ങോട്ട് പറയും ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത്. ആ ആവശ്യമാണ് സഹോദരി നൽകേണ്ടത്. ഇങ്ങനെയാണ് ഒരാണും പെണ്ണും കുടുംബത്തിൽ ജീവിക്കുന്നതെങ്കിൽ, കൂരയിൽ താമസിക്കുകയാണെങ്കിലും സഹോദരിമാരെ, സഹോദരങ്ങളെ, നമുക്ക് പഠിച്ചോ സന്തോഷം തരും. അള്ളാഹു നൽകുമാറാകട്ടെ. ഇല്ലാതെ അഭിനയത്തിൻ്റെ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ അതൊക്കെ എനിക്ക് കിട്ടണമെന്ന വാശിയിലാണെങ്കിൽ ഇല്ലട്ടോ. നമ്മുടെ ജീവിതം മക്കൾ കാണുന്നുണ്ട്. ആ മക്കൾ ഖുർആനിൽ ഒരു ദുആക്കും കണ്ടീഷനില്ല. പക്ഷെ മക്കൾ ദുആ കണ്ടില്ല നിങ്ങൾ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ചെറുപ്പത്തിൽ ഇവർ ഞങ്ങൾക്ക് നൽകിയ തർബിയത്ത് പഠിച്ചു, അതുപോലെ നീ അവർക്ക് നീ കരുണ കൊടുക്കണേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ചെറുപ്പത്തിൽ തന്നില്ലെങ്കിലോ ആ കരുണ കിട്ടുന്നു. ഞാൻ ഒന്നാമത് പറഞ്ഞു അള്ളാഹിനോട് പ്രാർത്ഥനയാണ്.